വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശുവിൻ്റെ എല്ലാവിധ നന്മകളും കൃപയും ഓരോ കുടുംബത്തിൻ്റെ മേലും ദമ്പതികളുടെ മേലും അവരുടെ കുഞ്ഞുങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക, ധ്യാനിക്കുക. ഓരോ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഈ വചന ശുശ്രൂഷയ്ക്ക് മുൻപായി നമുക്ക് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ നല്ല കുടുംബത്തിലെ മാതാപിതാക്കളായ യൗസേപ്പ് പിതാവേ, മേരി അമ്മേ, നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവിക പരിശീലനത്തിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഓരോ കുടുംബത്തിനു വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി അമ്മയെ മധ്യസ്ഥം വഹിക്കണമേ. യൗസേപ്പ് പിതാവിൻ്റെ ആ നീതിയുടെ ഫലം, ദൈവഭക്തി, വിശുദ്ധി ഒക്കെ ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു വരട്ടെ. ഓരോ കുടുംബങ്ങളെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇടപെടണമേ, പരിശുദ്ധാത്മാവേ ഇടപെടണമേ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സൃഷ്ടിക്കണമേ. ഭിന്നതകൾ മാറട്ടെ, ഐക്യത്താൽ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങൾ തകരും എന്നുള്ളതാണ്. ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും ചേർന്നുള്ള ആ ഒന്ന് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. പ്രാർത്ഥിക്കാത്ത കുടുംബം ഭിന്നിക്കപ്പെടും, തകർന്നു പോകും. ഇത് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ ബോധപൂർവം ആ പ്രവൃത്തി ചെയ്യും. നിങ്ങളെ ഒന്നിപ്പിക്കാനോ ഒന്നിച്ച് ഒരു പ്രാർത്ഥനയുടെ കീഴിൽ കൊണ്ടുവരാനോ സാത്താൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബത്തിൽ ഓരോ ദിവസവും സാത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കും. കാരണം പ്രാർത്ഥിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിനൊന്ന് അഭിവൃദ്ധി പ്രാപിക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കുവാൻ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്കും സാധ്യമല്ല. ആർക്കും അവരെ തകർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, മക്കളെ ഒന്നിപ്പിക്കാതെ ഭിന്നിപ്പിക്കാൻ സാത്താൻ നോക്കും. അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും പ്രാർത്ഥനയില്ല. വൈകുന്നേരമാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ ഒരു ചെറിയ കാര്യം മതി പിണങ്ങി വഴക്കുണ്ടാക്കി ചീത്ത പറഞ്ഞ് പലരും പല വഴിയെ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റുന്നില്ല. സാത്താൻ മുതലെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് സാത്താൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ സാത്താൻ ഭയപ്പെടുന്നു. ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല്, അടിത്തറ എന്ന് പറയുന്നത് പ്രയറാണ്. പ്രയർ ഈസ് പവർ. അവരെ തകർക്കാൻ ആർക്കും പറ്റുകയില്ല. തോബിത്തിന്റെ പുസ്തകം നോക്കുക. 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങളിൽ തോബിത്തും തൻ്റെ ഭാര്യയും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. മണവറയിൽ അവർ തനിച്ചായിരുന്നപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായിയോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് മറുപടി പറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. മണവറയിൽ പ്രവേശിച്ചപ്പോൾ തോബിയാസ് ഭാര്യ സാറായോട് പറയുക, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്ന്. മനോഹരമായൊരു പ്രാർത്ഥന അവർ നടത്തുന്നുണ്ട്. അതിനുശേഷം ഭാര്യ ആമേൻ എന്ന് മറുപടി പറഞ്ഞു. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ തന്നെ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയോട് ഞാൻ എഗ്രി ചെയ്യുന്നു. ഭർത്താവിൻ്റെ പ്രാർത്ഥന എൻ്റെയും കൂടെ പ്രാർത്ഥനയാണ്. ആമേൻ, യെസ്, അങ്ങനെ തന്നെ എന്ന് അവൾ മറുപടി പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ്, കിടക്കുന്നതിന് മുൻപ് സന്ധ്യാസമയത്ത് ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. മക്കളെ കൂട്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന്
കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സാത്താൻ ഭയപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥന ഉയരുന്ന ഒരു കുടുംബത്തിലേക്ക് സാത്താന് പ്രവേശിക്കാൻ സാധ്യമല്ല. ഈ സാറായെക്കുറിച്ച് എന്താ പറയുന്നത്? അതിനു മുമ്പ് എത്രയോ വിവാഹം കഴിച്ചതാ ഇവള്. ആ വിവാഹം കഴിച്ച ആ വ്യക്തികളൊക്കെ ആദ്യ ദിവസം തന്നെ ഭർത്താക്കന്മാർ കൊല ചെയ്യപ്പെട്ടു. എന്നാൽ തോബിയാസിൻ്റെ ജീവിതത്തിലോട്ട് ഇവൾ ഭാര്യയായിട്ട് വന്നു. അന്ന് അവർ രണ്ടുപേരും കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവളിലൂടെ പ്രവർത്തിച്ച ആ ദുരാത്മാവ് വിട്ടുപോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒറ്റ മനസ്സോടെ, ഐക്യത്തോടെ, ഏക മനസ്സോടെ ദൈവനാമം വിളിച്ച് കുടുംബത്തിൽ, ഭവനത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ വിട്ടുപോകും. നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി അവൻ വിട്ടുപോകും. ഹല്ലേലൂയ, അവൻ തകർക്കപ്പെടും. അതുകൊണ്ട് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന് സന്ധ്യാസമയത്ത് എന്തു ചെയ്യണം? പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. നിങ്ങളുടെ ശബ്ദം അനേകർ കേൾക്കട്ടെ. നിങ്ങളുടെ ശബ്ദം ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. അയൽവക്കത്തെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ കേട്ടെന്നിരിക്കും. കേൾക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. പക്ഷേ ഒരൊക്കെ പാടുമ്പോൾ അവർ കേട്ടെന്നിരിക്കും. കേൾക്കുന്നവർ കേട്ടോട്ടെ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരറിയണം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഇവിടെയുണ്ടെന്ന്. ഈ ദേശത്ത്, ഈ നാട്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ടെന്ന് 10 പേരറിയട്ടെ. യെസ്, ഹല്ലേലൂയ. ദൈവസ്തുതികൾ ഉയരുന്ന, പ്രാർത്ഥന ഉയരുന്ന ഒരു കുടുംബത്തിലേക്ക് പിശാചിന് പ്രവേശിക്കാൻ പറ്റിയേല. ആ ഭവനത്തിന് ചുറ്റും ദൈവം പ്രാർത്ഥനയാൽ വേലി കെട്ടിയിരിക്കുകയാണ്. ജോബിൻ്റെ ഭവനത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്തത് കൊണ്ട് പിശാചിനകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഇതുപോലെ ദൈവത്തെ ഉറക്കെ പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ ചുറ്റും ദൈവം തൻ്റെ വേലി കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മാലാഹമാരുടെ വലിയൊരു സംരക്ഷണം ആ ഭവനത്തിൻ്റെ മേലുണ്ടാകും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുന്നയാളാണോ? മക്കളെ സ്നേഹിക്കുന്നയാളാണോ? നിങ്ങൾ ഒരപ്പനാണോ, അമ്മയാണോ? എങ്കിൽ അതിന് തുല്യമായ ഒരു പ്രാധാന്യം കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. കുടുംബ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരുന്നതിന് നമ്മളെ സഹായിക്കുന്നതായത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സക്രിയ എലിസബത്ത് ദമ്പതികളെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ നമുക്ക് സാധിക്കും. 1:13 പറയുകയാണ്, അവൻ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുക, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന്. എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന? നിനക്കൊരു കുഞ്ഞിനെ വേണം, ആ കുഞ്ഞിനെ വേണം എന്നുള്ള പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ ഇതാ ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രായമേറെയായ സക്രിയ എലിസബത്ത് ദമ്പതികൾ അവരെല്ലാ ദിവസവും ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുമായിരുന്നു. ബലി അർപ്പിക്കുമായിരുന്നു. ദൈവഭക്തനായ നീതി ജീവിച്ച സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക് പ്രായാധിക്യത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവം അരുൾ ചെയ്യുക, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, അതുകൊണ്ട് നിൻ്റെ ഭാര്യ ഗർഭം ധരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഇവിടെ എലിസബത്ത് ഗർഭം ധരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. അപ്പോൾ
കുടുംബ പ്രാർത്ഥന അഭിഷേകമായി മാറിയാൽ അനുഗ്രഹം അവിടെ കടന്നു വരും. എൻ്റെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ മൊബൈലെല്ലാം ഞാൻ ഓഫാക്കി വെച്ചിരിക്കും. ഒന്നില്ലെങ്കിൽ സൈലൻ്റ് ഇട്ടേക്കും, അല്ലെങ്കിൽ ഓഫാക്കി വെക്കും. 6 മണി മുതൽ 8 മണി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് മൊബൈൽ തുടക്കുകയുള്ളൂ. കാരണം ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ മറ്റാരും നമ്മളെ വിളിക്കാൻ പാടില്ല. കാരണം രാജാക്കന്മാരുടെ രാജാവാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ആ ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വരുമ്പോൾ അവർക്ക് വേണ്ടി സമയം കൊടുക്കേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുടുംബ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഫോൺ വന്നാൽ നിങ്ങൾ അത് വർത്താനം പറഞ്ഞ്, ഇപ്പോൾ പിള്ളേരെല്ലാം അത് കേട്ടോണ്ടിരുന്ന് ഇനി കുറേ കഴിയുമ്പോൾ മുറ്റത്തോട്ടിറങ്ങി പിന്നെ പറമ്പിലൂടെ നടക്കുക. ഇപ്പോൾ റേഞ്ചില്ലല്ലോ. ഇപ്പോൾ റേഞ്ച് എല്ലായിടത്തുകൂടി എല്ലാം നടന്ന് 10-20 മിനിറ്റ് ഈ ഫോൺ വിളി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രാർത്ഥന കാണിയല്ല, തീർന്നുപോയി. പല കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. അപ്പന്മാരെ കാണാനില്ല. കാരണം അപ്പന്മാർ ജോലി ഉദ്യോഗങ്ങളാണ്. പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോഴേ ചിലപ്പോൾ വരികയുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ ഫോണുമായിട്ട് കുത്തിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരോടാണ് ബന്ധപ്പെടുന്നത്? ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിങ്ങളൊരു ഓഫീസിൽ ചെന്ന് കളക്ടറെ കാണാൻ ചെല്ലുക, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, SI മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ RDOയെ കാണാൻ ചെല്ലുക, പഞ്ചായത്തിൽ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഓഫീസിൽ ചെല്ലുമ്പോൾ മറ്റാരുടെയെങ്കിലും ഫോൺ നിങ്ങൾക്ക് വന്നാൽ, ബെല്ലടിച്ചാൽ നിങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ട് പോവുമോ? ഒട്ടനെ ഓഫാക്കി വെക്കും. ആരാ നോക്കും? അവിടെ ഓഫാക്കി വെക്കും. അപ്പോൾ ഇതിനേക്കാളും വലിയ ആളാണ് നമ്മുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ രാജാവ്, ദ കിങ് ഓഫ് കിങ്. ഈ ദൈവമായിട്ട് വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥന. ആ സമയത്ത് നമ്മൾ മൊബൈലിൽ ഓഫാക്കി വെക്കണം. അർജൻറ്റ് ഉള്ളവൻ പിന്നീട് വിളിച്ചോളും, അത്യാവശ്യമുള്ളവനാണെങ്കിൽ പിന്നീട് വിളിച്ചോളും, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലേ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയുള്ളൂ. യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുക. പിള്ളേർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഇതാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലുമായിട്ട് പോയാൽ കുഞ്ഞുങ്ങളുടെ മൊബൈലുമായിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥന അവസാനം എല്ലാവരുടെ തലയിൽ കൈവച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. 2 പിള്ളേരല്ലേ നിങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം കൂടി വന്നാൽ കാണും. അതിന് അധിക സമയം വേണ്ട, 4 മിനിറ്റ് മതി. ഓരോ കുട്ടികളെയും മുട്ടുകുത്തി നിർത്തി അവരുടെ ശിരസിൽ കൈകൾ വെച്ച്, അപ്പനും അമ്മയും കൂടെ നിങ്ങളുടെ മക്കളുടെ തലയിലൊന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. 1 മാസം നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞുങ്ങളിൽ വ്യത്യാസം കാണും. ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഇത് പിള്ളേരുടെ തലയെ കൈവെക്കുകയല്ല, പിന്നെ ധ്യാനഗുരുക്കന്മാർ വേണം തലയെ കൈവെക്കാൻ. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് കുടുംബ പ്രാർത്ഥനയുടെ വേള. അപ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. പിള്ളേരുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കരുത്. അവസാനം അമ്മയെ മുട്ടുകുത്ത്, ഭർത്താവും മക്കളും അമ്മയുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിനുശേഷം അപ്പൻ മുട്ടുകുത്ത്, അമ്മയും പിള്ളേരും കുട്ടികൾ അപ്പൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ മക്കളുടെ പ്രാർത്ഥന വഴിയൊക്കെ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ദിവസവും, ആഴ്ചയിലൊന്നല്ല, ഡെയിലി എല്ലാ കുഞ്ഞുങ്ങളുടെ തലയിലും ഓരോരുത്തരുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് മാറി മാറി കൈവച്ച് പ്രാർത്ഥിക്കും. അവസാനം ഞാൻ മുട്ടുകുത്തും. ഭാര്യയും 7 പിള്ളേരും കൂടെ എൻ്റെ തലയിലോട്ട് കൈവച്ചുകൊണ്ട് അങ്ങ് വേടിക്കെട്ട് സ്തുതിപ്പും പ്രാർത്ഥനയാണ്. പിന്നെ എങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് പറയുമ്പോഴൊരു കുടുംബ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറണം. കുഞ്ഞുങ്ങൾക്ക് ഒരു ഇറിറ്റേഷനായി മാറരുത്. പ്രാർത്ഥന പോലും കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്കൊരു അനുഭവമാകണം, ഒരു അഭിഷേകമായി കുഞ്ഞുങ്ങൾക്ക് മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുകയുണ്ടായി, എൻ്റെ അപ്പൻ്റെ മടിയിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എന്ന്. എൻ്റെ അപ്പൻ്റെ മടിയിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. കൊച്ചു ത്രേസ്യ പറയുക. അപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് അങ്ങനൊരു അപ്പനുണ്ടായിരുന്നു.
അങ്ങനൊരു അപ്പൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൊച്ചുറേസ്യ വിശുദ്ധ കൊച്ചുറേസ്യയായി മാറിയത്. പ്രാർത്ഥിക്കാൻ അപ്പൻ ഇന്ന് പഠിച്ച കൊച്ചുറേസ്യ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുണ്ടായി, രാത്രിയിൽ കുഞ്ഞുനാളിലുള്ള തൻ്റെ അനുഭവം ഓർത്തിട്ട് പ്രായമായപ്പോൾ മാർപ്പാപ്പ പറയുക, വളരെ കുഞ്ഞുനാളിൽ അമ്മ നഷ്ടപ്പെട്ടു പോയവനാ ഞാൻ, പിന്നെ അപ്പനാണ് എന്നെ വളർത്തിയത്. കുഞ്ഞുനാളിൽ രാത്രിയിലെങ്ങാനും കണ്ണു തുറന്ന് ഞാൻ അറിയാതെ നോക്കിക്കഴിഞ്ഞാൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരപ്പനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരപ്പനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ മകൻ മാർപ്പാപ്പയായി ഒരു വിശുദ്ധനായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മോനിക്ക പുണ്യവതിയെക്കുറിച്ച് എന്താ പറയുന്നത്? ആ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന ആണ് മകനെ മാനസാന്തരപ്പെടുത്തിയത്. സെന്റ് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന അതിന് വലിയ ശക്തിയുണ്ട്. കുടുംബങ്ങളിലേക്ക് അഭിഷേകം കൊണ്ടുവരുന്ന ചാനലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഇതുവഴിയാണ്. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളെ എളുപ്പത്തിൽ തകർക്കാൻ സാത്താന് സാധിക്കും, ഭിന്നിപ്പിക്കാൻ സാത്താന് സാധിക്കും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, നിങ്ങളുടെ ഭിന്നത മാറും, കുടുംബത്തിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറും, പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവിടെ പ്രാർത്ഥന നമ്മൾ മുടക്കരുത്. എത്ര ബുദ്ധിമുട്ടിയാലും പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാര് സന്ധ്യയാകുമ്പോൾ കവലകളിൽ കറങ്ങി നടക്കരുത്. ചീട്ടുകളി സ്ഥലങ്ങളിൽ പന്ത് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, ക്ലബ്ബുകളിൽ കൂട്ടുകൂടാൻ നിങ്ങൾ കറങ്ങി നടക്കരുത്. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അപ്പന്മാർ, കവലകളിൽ കറങ്ങി നടക്കരുത്. ജോലിയും പണിയൊക്കെ നേരത്തെ നിർത്തി ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞ സന്ധ്യയ്ക്ക് മുൻപേ, രാത്രിയാകുന്നതിന് മുൻപേ അപ്പൻ വീട്ടിൽ വരണം. അപ്പൻ വന്നാൽ മക്കളും വന്നിരിക്കും. അപ്പൻ വരാറില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാരായ ആ മക്കളും അവരുടെ പ്രായമുള്ളവരുമായിട്ട് കവലകളിൽ കറങ്ങാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കും. കവലകളിൽ കറങ്ങി ഞാൻ നടക്കാറില്ല. കാരണം കുഞ്ഞുങ്ങളുടെ കൂടെ, ദൈവം തന്ന ജീവിത പങ്കാളിയുടെ കൂടെ, ദൈവം തന്ന കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്നിച്ച് വർത്താനം പറഞ്ഞ് പാട്ടുപാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയമാണ് സന്ധ്യാസമയം. അതുപോലത്തെ ഒരു നല്ലൊരു അവസരം നിങ്ങൾക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടുകയില്ല. ലോകത്തിൽ എവിടെ ചെന്നാലും കിട്ടുകയില്ല. അതുപോലെ ദൈവം ഇറങ്ങി വരുന്നൊരു സമയം വേറെയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മുൻകൈയെടുത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ, നമ്മളെ ദൈവകരങ്ങളിലേക്കും സമർപ്പിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബത്തെ സാത്താന് ഭിന്നിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലോട്ട് കടത്തിക്കൊണ്ടുവരുന്നത് പ്രാർത്ഥന എന്ന ആ വഴിയിലൂടെയാണ്, ചാനൽ വഴിയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കവി, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അജ്ഞതകളെ മാറ്റണമേ. കൂടുതൽ ഗൗരവത്തോടെ സന്ധ്യാസമയത്ത് മറ്റ് പണികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, കുടുംബത്തിൽ മക്കളോടും മാതാപിതാക്കളോടും ചെലവഴിക്കുവാൻ കൃപ നൽകണമേ. എല്ലാ മക്കളും ഇരുകരങ്ങളെ ഇവരുടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ കർത്താവേ. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു.
ഇവിടെ ഭിന്നിപ്പിക്കുന്ന ഈ ആത്മാവ് വിട്ടുപോകട്ടെ പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിന്റെ ആത്മാവിനെ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവ സ്വരം കേൾക്കുവാൻ കൃപ ഇവരുടെ മേലെ ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഐക്യത്താൽ ഇവരെ നിറയ്ക്കണമേ, സ്നേഹത്താൽ നിറയ്ക്കണമേ, ദൈവശക്തിയാൽ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ അഭിഷേകം ഓ 10,000ങ്ങളിലേക്ക് കടന്നു വരട്ടെ, യുവതിവാക്കന്മാരിലേക്ക് കടന്നു വരട്ടെ, എല്ലാ ദമ്പതികളുടെ മേലും വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അജ്ഞതകൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യക്തികളിലേക്ക്, ദമ്പതികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ, ഭിന്നതകൾ മാറട്ടെ, അശുദ്ധികൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, അപ്പാ പിതാവേ നന്ദി, നന്ദി. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാമെല്ലാം യേശുവിൽ അഭിമാനി.